Hello everyone, welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on the third scene from the movie Marco and दोस्तों जो प्रीवियस वीडियो था उसमें आपको देखने को मिलेगा कि मार्को जो है अभी पूरा बदले के मूड पे है एंड वो कुछ भी सुनना नहीं चाहता है, सीधा अटैक करना चाहता है। उसके भाई के साथ ऐसे किए हैं गलत काम। सो लेट्स सी आगे आने में क्या कुछ देखने को मिलता है एंड द मूवी लुक्स वेरी इंटरेस्टिंग एंड बहुत ही मतलब ब्रूटल भी है, बाल लग रहा है देखने में। सो लेट्स सी आए कान में क्या कुछ होता है। फॉर गोइंग टू स्टार्ट दिस वीडियो, अगर आप लोग चैनल नए हैं देन जस्ट सब्सक्राइब कर लो, डू सब्सक्राइब एंड कीप सपोर्टिंग मी एंड ऑल्सो डोंट फॉरगेट टू क्लिक ऑन दैट बेल आइकन टू गेट नोटिफिकेशन ऑफ माय अपकमिंग वीडियोस। सो लेट्स गेट स्टार्टेड द वीडियो। പറഞ്ഞില്ലേ വർക്ക് ചെയ്യുന്നില്ല സാറേ, അതുമല്ല ക്യാമറ മാത്രമേ ഉള്ളൂ, ഹാർഡ് ഡിസ്ക് ഒന്നും ഇല്ല. സ്റ്റോറേജിൽ നിനക്ക് എന്തിനാണ് ക്യാമറ? ലൈവ് കാണാനാ. ലൈവ് കാണാൻ നിന്റെ പെമ്പർ നോക്കി ഇത് സാറേ सारे കേട്ടോ നടപടി ആയില്ല സാറേ. ऐसे कोई बोलता है क्या पुलिस वालों? യവന്മാർക്ക് ബാക്കപ്പ് ഉണ്ട്, അതാ ഇത്ര ഊറ്റം. എല്ലാം മുതലാളിയുടെ കാശിന്റെ പവറാ. ഇവിടുന്ന് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. വിക്ടറും വസീമും ഇവിടെ ഒന്ന് ബെറ്റ് വെക്കാറുണ്ട്, അത് മനസ്സിലായല്ലോ? നോക്കാം. നിങ്ങളായിട്ട് തുടങ്ങി വെച്ച റിവോൾട്ടാണ് ഇത്, ഇവിടം കൊണ്ടൊന്നും ഓടുന്നില്ല. ജോർജിനെ പോലെ അല്ല മാർക്കോ. ഹി ക്യാൻ ആൻഡ് വിൽ ഗോ ടു എനി എക്സ്റ്റെന്റ്. ഇത് നാശം പിടിച്ച നേരത്തെ തോന്നലുണ്ടായത്. I do admit he is unpredictable. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. മാർക്കോ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എത്തുന്നതെല്ലാം ഡെഡ് എൻഡിലാണ്. ടോണിച്ച, ഇറ്റ്സ് ഗോയിങ് വേഴ്സ്. എനിക്കെന്തോ. ഡോണ്ട് വറി. ജോർജിന്റെയും മാർക്കോയുടെയും ഓരോ ചോദ്യത്തിനും നമ്മുടെ കയ്യിൽ വ്യക്തമായ ഉത്തരവുണ്ടാവണം. ജോർജ് ഒരു മതം പൊട്ടിയ കൊമ്പനാണ്. നമുക്കെതിരെ നിൽക്കുന്നവരെയെല്ലാം അവന്റെ ശത്രുക്കളാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. That is how he started finishing them one by one. Oh my god, ये बहुत खतरनाक है। ജോർജിനെ പോലെ നമുക്ക് മാർക്കോയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഇമോഷൻസ് മാർക്കോയെ വീക്കാക്കും. നമ്മൾ പറയുന്ന പോലെ അവൻ ചെയ്യും. ഇച്ഛായന് കൊടുത്ത അതേ വാക്ക് ഞങ്ങൾ നിനക്കും തരും മാർക്കോ. ഇതിന്റെ അവസാനം വരെ ഞങ്ങളും കൂടെ ഉണ്ടാവും. Just give me a name. ആരെയും അവനക്ക് തീർക്കാൻ കഴിയും, പക്ഷെ നമ്മൾ തീരാതിരിക്കാൻ തൽക്കാലം അവനൊപ്പം നിന്നേ പറ്റൂ. ഒറ്റയ്ക്കൊരു യുദ്ധം റിസ്ക് ആണ് മാർക്കോ. You're right. But when it comes to family, Okay. you're wrong. Oh. The risk is us. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. Okay. യുദ്ധത്തിന്റെ मुझे पता ഇടയിലാണ് है war ശരിക്കുള്ള होने वाला സ്വാതന്ത്ര്യം. है. കൊല്ലാനുള്ള സ്വാതന്ത്ര്യം. Freedom to kill. Oh God, क्या होगा? लेकिन अभी मार्को उनका बात सुन रहा है, मे बी उसको कुछ पता नहीं है, दैट्स व्हाई. Oh my God. यार माय गॉड, कितना ये स्मोक करता है. എനിക്കറിയണം അവൻ എന്താ സംഭവിച്ചെന്ന്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉപയോഗിച്ചാണ് മൃതദേഹം കരിച്ചത്. സാർ നിശ്ചയിച്ചിരുന്നോ അവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന്? നിങ്ങൾക്കില്ലാത്ത ശത്രുക്കളുണ്ടോ? സാറിന് ഉറപ്പുണ്ടോ അവരെന്റെ ശത്രുക്കളാന്ന്? Yes. വിക്ടറിന്റെയും വസീമിന്റെയും കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. വസീമിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വിക്ടർ പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു.
വസീം, വിക്ടർ, താങ്ക് യു. ഈ ഹൈഡ്രോഫ്ലോറിക് ആസിഡ് എവിടെ കിട്ടും? कहाँ मिलेगा? Oh my god. നിന്റെ വായിന്ന് വല്ലതും വീണ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇത് പണിയാവും. റസലെ, നിനക്കെന്നെ വിശ്വാസമില്ല? പൂവട കാശിന്റെ മഞ്ഞളിപ്പ് കണ്ടപ്പോ സ്വന്തം ചോര ഇല്ലാതാക്കാൻ പറഞ്ഞ നിന്നെ എനിക്ക് നല്ല വിശ്വാസം. Yeah, सही बात है. इसको मार डालेंगे क्या? നമ്മുടെ സിൻഡിക്കേറ്റിലെ ഏറ്റവും വീക്ക് ലിങ്ക് നീയാണ്. ഓൾവേസ് വേവറിംഗ് ആൻഡ് കൺഫ്യൂസിങ്. നിന്റെ ലൂസ് സ്റ്റോക്ക് കാരണം റസലിന് എന്തെങ്കിലും സംഭവിച്ചാൽ Oh god. എന്താ സംഭവിച്ചത്? മാർക്കോ, വസീമിന്റെ ചടങ്ങിന്റെ തിരക്കിലായിരുന്നു ഞാൻ. വിക്ടറിനെ കണ്ടിരുന്നു, പക്ഷെ അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. നിനക്കാരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു. യെസ് താലിക്, മാർക്കോ നമ്മുടെ ആളല്ലേ? നീയും വസീമോ നല്ല ബന്ധത്തിലായിരുന്നു? അതെന്ത് ചോദ്യം മാർക്കോ? അവനെന്റെ അനിയനായിരുന്നില്ലേ? ഈ വീട്ടിലെ ഇളയ കുട്ടിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. Oh, അവനെന്നെ വലിയ കാര്യമായിരുന്നു. ना झूठ बोल रहा है. എനിക്ക് അവനെ इसको तो पहले ही मार डालेगा लगता है, जब पता चलेगा तो. ഞാൻ ചോദിച്ച ചോദ്യത്തിന് വേറെ മറുപടി ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അവരെ ഇല്ലാതാക്കാൻ മാത്രം ശത്രുക്കൾ ആരുമില്ല. मतलब अभी तो डाउट नहीं हो रहा है वो किसी के ऊपर, because everyone is behaving very nicely, that's why. ആള് പറയാൻ പറ്റോ സംഭവിച്ച അപകടമാവാം. വസീമിന് സംഭവിച്ചത് അപകടമാവാം. പക്ഷെ എന്റെ വിക്ടർ, that just cannot be an accident. Correct. താരേഖ്, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, എനിക്കാളെ മാറില്ല. Ooh. Wow, I love the BGM guys. BGM बहुत कमाल का है. ये लोग ऐसे क्यों देख रहे हैं? ओह. ലെഫ്റ്റ് ഹാൻഡ്. മാർക്കോ, നീ കേറുവാടാ. ओ गया, वो तो गया. उसको बुला रहा है जो बहुत ही खतरनाक है. Ooh, what a style, guys. I love his swag. നരകത്തിലേക്കാണ് നീ കയറിയത്. Oh, तू हेल पे आया, हेल को बुलाया है. ഇവിടുത്തെ രാജാവ് Oh, ഞാനാ. I'm the king here. गया, ये तो गया पूरा. അനിയനെ തിരിച്ചറിയാൻ ഇറച്ചി കഷ്ണമെങ്കിലും കിട്ടിയില്ലേ? നിന്റെ കാര്യത്തിൽ അതുപോലും കാണില്ല. क्या क्या बोल रहा है भाई साहब. റിങ്ങിനുള്ളിൽ കയറിയ ഒരാളെ രണ്ടു കാലിൽ തിരിച്ചു പോവുള്ളൂന്നാ. हेल में खुद गया. ये तो गया. Oh wow, what a style, guys. നരകത്തിന്റെ രാജാവ് സാത്താനാണ് ജെയിംസ്. എന്റെ വിക്ടറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. Yeah. Oh, गया भाई. विक्टर के बारे में कोई कुछ बोलेगा तो ये नहीं छोड़ेगा. तोड़ देगा क्या उसका हाथ? Oh my god.
He's very powerful, guys. Yeah. കൂടെ നിന്നാ നിനക്ക് കൂടിയാ ഗുണം. നിന്നില്ലേ നീ ഇല്ല. Oh. ആദ്യം പോലീസ് വരും. പോലീസ് വരാറുമുണ്ട്, പോകാറുമുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊന്നും കിട്ടില്ല റസ്ലേ. പിന്നെ എന്നെ അന്വേഷിച്ച് മാർക്കോ വരും. അവനോട് നീ പറയണം DVR കൊണ്ടുപോയ ആളെ കണ്ട തിരിച്ചറിയുമെന്ന്. എന്നിട്ട് ആളെങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോ പിന്നെ പിന്നൊരുത്തം വന്നു. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് പോയി. ആരെ കണ്ട തിരിച്ചറിയാണോ നിനക്ക്? മുടി 20 വർഷത്തേക്കും ചെയ്യും, മീശയില്ലാത്ത ഒരാളാ. Okay. ഇവിടെ കണ്ടാലും തിരിച്ചറിയും. ഒരു ഭായിയാ. ഹിന്ദിയാ പറഞ്ഞത്. उसको जैसे बोले हैं वो ऐसे कर रहा है. അവന്മാര് നമ്മുടെ നെഞ്ചത്തോട്ട് കയറി വരുന്നതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറി അവന്മാരെ അങ്ങ് തീർത്താലോ? ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്നിച്ചു തീർക്കണം എല്ലാത്തിനെയും. ചോരതളവ് കടന്ന് കച്ചവടത്തിലല്ല. അവരെ കൊന്നെടുക്കുന്നതുകൊണ്ട് ഷോർട്ട് ടേം ബെനിഫിറ്റേ ഉണ്ടാവും. അവർ കേരളത്തിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൈകാര്യം ചെയ്യുന്ന പൊന്നുമുഴുവൻ നമ്മുടെ കയ്യിലാണ്. ये म्यूजिक बहुत ही खतरनाक है. നാളെ എത്ര കിലോ ആണ് 3 ബോട്ടിലും കൂടി കേരളത്തിലെത്തുന്നത്? അടാട്ടയോ അതോ നമ്മുടെയോ? എന്റെ അറിവിൽ 120. 30 അടാട്ട്, 30 ചാക്കു, 30 സൽമാൻ. ബാക്കി തൃശ്ശൂരിലേതാ പറയാ. കണക്ക് ശരി. Oh. Wow, look at the house, guys. കൺസൈൻമെന്റ് ദുബായിൽ നിന്ന് കയറുന്നതിനും പോറ്റണം. 30 കിലോ വരെ പിടിച്ചെടുത്തോളം biscuits. കസ്റ്റംസിലെ 30 kg. ദൈവം വിളിച്ച് പറയണം. ആ നഷ്ടപ്പെട്ട 30 കിലോ അടാട്ടുകാരുടേതാണെന്ന് അവരോട് പറയണം. നമ്പ്യാരോട് പറയണം കസ്റ്റംസ് പിടിച്ചത് Okay. അവരുടെ സ്വർണ്ണമാണെന്ന്. സൽമാനോടും ഇത് തന്നെ പറയണം. ദെൻ ചാക്കുവിനോടും. ഇവർ തമ്മിൽ പരസ്പരം കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗെയിം സേഫാണ്. കസ്റ്റംസിൽ 30 കിലോ, പിടിച്ചെടുക്കാൻ 90 കിലോയാണ് ഇതിലെ നമ്മുടെ ലാഭം. Wow. So guys, ये था आज का सीन एंड आपको यहाँ देखने को मिलेगा कि विक्टर का जो मर्डरर है उसको पकड़ने के लिए मार्को क्या कुछ कर रहा है, बट अभी तक उसको मतलब थोड़ा भी वो सेंस नहीं हो रहा है कि जिसके साथ वो काम करके मतलब इन्वेस्टिगेशन कर रहा है विक्टर का मर्डर के लिए, वो लोग ही विक्टर को मारे हैं एंड वो वही सब गया जहाँ विक्टर गया था, बट अभी तक उसको कुछ वैसा वाइब भी नहीं मिल रहा है कि उसको कुछ सेंस नहीं हो रहा है कि ये लोग हो गए ऐसे कुछ. सो लेट्स सी स्टोरी में क्या आगे होगा, बट द स्टोरी लुक्स वेरी इंटरेस्टिंग एंड मार्को को जब पता चलेगा तब जो तबाही मचेगा वो देखने बहुत ज़्यादा इंटरेस्टिंग होगा गाइस. सो अगर आप लोग इस वीडियो को देख चुके हैं तो आप लोगों को कैसा लगा कमेंट बॉक्स में जरूर बताना. चैनल पर नए हैं तो जल्द सब्सक्राइब कर लो एंड डोंट फॉरगेट लाइक एंड शेयर इस वीडियो. तो फ्रेंड्स फिर मुलाकात होगी और किसी एक्शन वीडियो के साथ. तब तक बाय बाय.